എന്ത് ജിമ്മിപ്പട്ടി കടിച്ചുന്നോ? അല്ല, അതിന് ഇന്നെ വിളിക്കണതിനാ? അല്ലല്ലല്ലല്ല, ഞാൻ ജിമ്മിയുടെ മാസ്റ്റർ അല്ല, ജിമ്മിലെ മാസ്റ്റർ. അതെ, ജിമ്മിലെ മാസ്റ്റർ, അതാണ് ഞാൻ. നമ്പർ തെറ്റിപ്പോയില്ലേ? തോന്നി. ഓക്കെ, ഓരോരുത്തന്മാര് വിളിച്ചോളൂ രാവിലെ തന്നെ. എടാ, ഇതേതാ ഞാൻ പഠിപ്പിച്ചു തരാത്ത പുതിയൊരു വർക്കൗട്ട്? ഞാൻ ഈ കുപ്പീന്റെ മൂടി തുറക്കാൻ നോക്കിയതല്ലേ, കിട്ടണില്ല. എടാ, നമ്മള് ജിമ്മന്മാര് എന്തൊരു പണി ചെയ്യുമ്പോഴും അതിൻ്റെതായ പ്രൊസീജിയർ ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ കുപ്പിയുടെ മൂടി തുറക്കാൻ ഉള്ള പ്രൊസീജിയർ എന്താ ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മള് ഇൻഹേൽ, പിന്നെ എക്സ്ഹേൽ, അതിനുശേഷം 1 2 1 2, പിന്നെ 1 2 1 2, പിന്നെ പൊന്നി മാസ്റ്ററെ, മുല്ലപ്പെരിയാർ ഡാം തുറക്കാനല്ല, ആ ചെറിയ കുപ്പീന്റെ മൂടി തുറക്കാനാണ്. അത് പിന്നെ വേണമെങ്കിൽ ഇങ്ങനെ ചെറുത് ഇങ്ങനെ തുറക്കും ചെയ്യാം. മാസ്റ്ററെ, ഞാൻ 4 ദിവസമായി ജിമ്മിൽ ജോയിൻ ചെയ്യാൻ തുടങ്ങിയിട്ട്, പക്ഷെ അതിനുള്ള റിസൾട്ട് ഒന്നും കാണുന്നില്ലല്ലോ. 4 ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടാനേ ഇവിടെ കൊല വെട്ടി പഴുപ്പിക്കാൻ വെക്കല്ല. എടാ, ഇത് ജിമ്മാണ്, ഇവിടെ വർക്കൗട്ട് ചെയ്യണം. കഠിനമായി അധ്വാനിച്ചാലേ അതിന്റെ റിസൾട്ട് കിട്ടൂ. അത് ശരി. അപ്പൊ മാസം പൈസ അങ്ങോട്ട് തരും വേണം, എന്നിട്ട് പണി മൊത്തം ഞാൻ എടുക്കേ? ഇത് അവിടുത്തെ രീതിയാ? എടാ, അത് ജിമ്മിൽ അങ്ങനല്ല അതിന്റെ സിസ്റ്റം. നമ്മള് വർക്കൗട്ട് ചെയ്താലേ അതിന്റെ ഫലം കിട്ടുള്ളൂ. എടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ ഇവിടെ ജോയിൻ ചെയ്ത അന്ന് മുതല് കുറെ നേരത്തെ ഇങ്ങോട്ട് വരുന്നുണ്ട്, ഒരുപാട് വൈകിട്ടാണ് ഇവിടുന്ന് പോണതും. അതെന്താ കാരണം? ആത്മാർത്ഥത, ജിമ്മിനോടുള്ള ആത്മാർത്ഥത. അല്ലാതെ ഈ ചൂടത്ത് AC-യിൽ നിൽക്കാനുള്ള എന്റെ ഐഡിയ അല്ല. അല്ല, നിങ്ങൾ ചെലവ് ചെയ്യണോ? എന്തിനാ ചെലവ് ചെയ്യണ്? ഞാൻ കണ്ട് നിങ്ങൾ ഇന്നലെ ഉണ്ണിക്കോരന്റെ പുറത്ത് കയറി ടൗണിലൂടെ കറങ്ങണേ. ഉണ്ണിക്കോരന്റെ പുറത്ത് ഞാൻ കേറിയെന്നോ? എടാ, ആരത് ഉണ്ണിക്കോരൻ? ആളല്ല, നിങ്ങൾ പുതിയ വാങ്ങിയ ബൈക്ക് ഉണ്ണിക്കോരൻ. യൂണിക്കോൺ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ചെലവ് ചെയ്യണം. എടാ, അതിനൊന്നും ചെലവ് ചെയ്യാൻ പറ്റൂല. അത് ഞാൻ അടവിന് കൊടുത്ത ബൈക്കല്ല. ആ അടവൊക്കെ നിങ്ങളെ കയ്യിലിരിക്കട്ടെ. അതല്ലാന്ന് മാസം തിരിച്ചടവിന്റെ കാര്യം പറഞ്ഞാ, ഞാൻ EMI-ക്ക് എടുത്ത ബൈക്കാണ് അത്. എന്തിനാണ് മാസ്റ്റർ എങ്ങനെ എച്ചിത്തരം പറയണേ? ഒന്നില്ലെങ്കിലും നിങ്ങളൊരു അമ്നേഷ്യത്തിന്റെ ഓണർ അല്ലേ? അമ്നേഷ്യം അല്ല, മഗ്നീഷ്യ. ജിംനേഷ്യം. ആ സാധനത്തിന്റെ ഓണർ അല്ലേ? എടാ, ജിമ്മിന്റെ ഓണറാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇത്രയും കാലമായിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള യോഗയ്ക്ക് ഉണ്ടായില്ല. അല്ല, കഞ്ഞിക്കയിൽ ഇപ്പൊ എത്ര കാണാനുള്ള? കഞ്ഞിക്കയിലാണ് ഞാൻ പറഞ്ഞത്. എടാ, കുഞ്ഞിക്കാല് എന്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞില്ല. എനിക്ക് അറിയണല്ല കാര്യം. അല്ല, അപ്പൊ ഇന്നലെ പോയത് എന്തായി? അത് ചീറ്റിപ്പോയി. അതെന്താന്ന് വെച്ചാല് ഞാനും ആ പെണ്ണും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഇന്നെ പറ്റി ഒരു മതിപ്പുണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ജിമ്മിനെ പറ്റിയും പിന്നെ ഇവിടുത്തെ വർക്കൗട്ടിനെ പറ്റിയും ഇവിടുത്തെ സാധനങ്ങളെ പറ്റിയൊക്കെ ഞാൻ വാചാലായിട്ടാണ് സംസാരിച്ച് സ്പോട്ടിലുള്ളിനെ റിജക്ട് ചെയ്ത്. അതെന്തേ? ഓക്ക് ജിമ്മിനെ പറ്റി നല്ല അറിവുണ്ട്. ഇന്റെ സങ്കടം അതല്ല. എന്താണെന്നറിയോ? കൂലിപ്പണി എടുക്കണേ എന്റെ കല്യാണം കഴിഞ്ഞ് 3 കുട്ടികളായി. പക്ഷെ സ്വന്തമായിട്ടൊരു ജിമ്മുള്ള എനിക്കിതുവരെ പെണ്ണ് സെറ്റായിട്ടില്ല. മാസ്റ്ററെ, എന്താന്നറിയോ? ഇക്ക് സ്വന്തമായിട്ട് ജിമ്മില്ല, പക്ഷെ എനിക്ക് കൂലിപ്പണി എടുക്കാറിയാ. ഇങ്ങക്ക് സ്വന്തമായിട്ട് ജിമ്മുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഒരു പണി എടുക്കാറില്ല. മാസ്റ്റർ നെഞ്ചത്ത് കയറി വർക്കൗട്ട് ചെയ്യല്ലേ? അത് പറഞ്ഞപ്പോളാ ഈ 6 പാക്ക് ഉണ്ടാവാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? ആദ്യം സ്വന്തമായിട്ടൊരു വയറുണ്ടാക്ക്. 6 പാക്കിന്റെ കാര്യം എന്നിട്ട് ആലോചിക്കാം. എടാ, പോയിട്ടേ ആ ഡംബൽസ് എടുത്ത് വർക്കൗട്ട് ചെയ്യ്. അല്ല, ഡംബൽ എന്താ? എന്റെ ദൈവങ്ങളെ, ആ കാണുന്ന സാധനല്ലേ, അതെടുത്ത് കയ്യിന് കളിക്കുന്നു. അല്ല മാസ്റ്റർ, ഇതിന്റെ വടി എവിടെ? ഡംബൽസിനെന്ത് വടി? അല്ല, അപ്പൊ ഉരുട്ടി കളിക്കണ്ടേ? എടാ, ഇത് ഉരുട്ടി കളിക്കാനുള്ള സാധനമാണോ? എടാ, ഇത് ഡംബൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയ്യിന് കളിക്കാനുള്ളതല്ലേ. ഇവനെ കൊണ്ടൊക്കെ ഞാൻ എങ്ങനെ ട്രെയിൻ ചെയ്യിക്കാനാണ്? ഇതെന്താണ് അവിടെ ഒരു സഞ്ചി കൊണ്ടുവച്ചിട്ട്? ഇത് എന്റേതാണോ? അതിൻ്റെതാ. ഭാര്യ അരി പഠിപ്പിക്കാൻ തന്നതാ. ഏതായാലും ഇപ്പൊ ഇവിടെ അതിനുള്ള സൗകര്യം ഉണ്ടല്ലോ. ഇവിടെ അരി പൊടിപ്പിക്കാൻ എന്ത് സൗകര്യ? അല്ല, നിങ്ങളല്ലേ പറഞ്ഞ ഇവിടെ എന്തോ മില്ലെന്തോ ഉണ്ട്. എടാ, അത് ട്രെഡ്മില്ല് അരി പൊടിപ്പിക്കാനുള്ളതല്ല, അത് നമ്മള് മൊത്തം ബോഡിക്ക് കളിക്കാനുള്ള സാധനമാണത്. ഇവിടെ കളി മാത്രമേ ഉള്ളൂ, കാര്യമായിട്ടൊന്നും ഇല്ലേ? കാര്യമായിട്ടൊരു സാധനം ഉണ്ട്. ഇങ്ങോട്ട് വാ, ഈ സാധനം എടുത്ത് പൊക്ക്. അത്ര കാര്യം വേണ്ടില്ലേ? എടാ, ഇത് ഇങ്ങനെയാണത് പൊക്കണ്ടേ? എടാ, ഈ സാധനം പൊക്കണേനെ ഒരു പ്രൊസീജിയർ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മള് ആദ്യം ശ്വാസം ഉള്ളിലേക്ക് വലിക്കണം, എന്നിട്ട് ഒരു സൈഡിലല്ല 2 സൈഡിൽ പിടിക്കണം, എന്നിട്ട് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് മാസ്റ്ററെ വിട്ടേക്ക്, ഇല്ലെങ്കിൽ ഉള്ളിക്കെടുത്ത ശ്വാസം പുറത്തേക്ക് പോവില്ല. മാസ്റ്ററെ പൊങ്ങണില്ലേന്നോ? പൊങ്ങാനിട്ടല്ല. എടാ, മറ്റ് സാധാരണ ജിമ്മുകളിലെ പോലെയല്ല ഞാൻ ഇവിടെ വർക്കൗട്ട് പഠിപ്പിക്കുന്നത്. ഇവിടെ ഓരോ വർക്കൗട്ടും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഞാൻ പഠിപ്പിക്കുക. ഇത്രയും നേരം ഞാൻ ചെയ്ത് കണ്ടില്ലേ? അപ്പൊ ആദ്യം അത് ചെയ്ത് പഠിക്ക്. പൊന്തിക്കുന്നത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിച്ചുതരാം. എക്സ്ക്യൂസ് മീ,
അല്ലല്ല ബാബു അല്ല, ഞാൻ സത്യൻ. അയ്യോ, ഞാൻ വാന്ന് പറഞ്ഞതാ. എന്തെങ്ങനെ ഒറ്റ കൈയോട് പൊന്തിക്കാൻ സാധിക്കണേ? ഏത് ഇതൊക്കെ എന്ത്? എക്സലന്റ്. ഇത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എനിക്കും. അതെ, ഇങ്ങട് വാ. ഇതൊക്കെ വരെ ഞാനല്ല പഠിപ്പിച്ചെടുത്തത്. ഞാനാണ് ഈ ജിമ്മിലെ മാസ്റ്റർ. ആണോ? യെസ്, ഓഫ് കോഴ്സ്. അമേസിംഗ് മാസ്റ്റർ, അമേസിംഗ്, വെരി വെരി അമേസിംഗ്. അതിന്റെ ഇടയിൽ നീ എന്തിനാ ഇന്നെ കയറി കെട്ടിപ്പിടിച്ച്? നിങ്ങൾക്ക് എന്തിന്റെ സൂക്കടാണ്? ആ പെണ്ണുമ്പിള്ള കെട്ടിപ്പിടിക്കാൻ വേണ്ടിട്ടല്ലേ നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞേ? അവൾ ഇന്നെ കെട്ടിപ്പിടിച്ചാൽ നിനക്കെന്താ? എടാ, കല്യാണം കഴിഞ്ഞ ഒരാളായിട്ട് ആ പെണ്ണിനെ കെട്ടിപ്പിടിച്ചില്ലേ? എന്തെങ്കിലും തമ്മിലൊരു സ്വകാര്യം. അതായത് ഇവന്റെ ഭാര്യ ഇവനോട് ഒരു സാരി വാങ്ങിക്കൊണ്ട് ചെല്ലണം എന്ന് പറഞ്ഞ്. അപ്പൊ അത് ഏത് കളറിൽ വേണമെന്നുള്ളത് ഞാനും അവനും കൂടി ഡിസ്കസ് ചെയ്തെന്നുള്ളൂ. ഇയാളെ കല്യാണം കഴിഞ്ഞാണോ? അല്ല, അങ്ങനൊന്നുമില്ല, ഇങ്ങനെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ. ചെറുതായിട്ടോ? ഇവൻ കല്യാണം കഴിച്ചവന് 3 കുട്ടികളുണ്ട്. പക്ഷേ ഞാൻ അവിഹിതമാണ്. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. അല്ലല്ല, അങ്ങനല്ല. ഈ കല്യാണം കഴിക്കാത്ത ആളെന്താ പറയല്? നിങ്ങൾ ഞാൻ ഒന്നും പറയണ്ട, ഇയാളോ ഇതാണ് അല്ല അല്ല, നോ മാഡം, ഞാൻ അന്യ സ്ത്രീകളുടെ മുഖത്ത് നോക്കാറില്ല. നിങ്ങളെ പറ്റി അങ്ങനെ ഒരു പരാതി നാട്ടിലുണ്ട്. അതെ, ഞാൻ അഡ്മിഷന്റെ കാര്യത്തിന് വേണ്ടി വന്നതാ. അതിനെന്താ, സിമ്പിൾ പരിപാടിയല്ലേ, നമുക്ക് റെഡിയാക്കാലോ. ഹലോ, ഈ ജിമ്മിന്റെ ഓണർ ആരാ? ജിമ്മിന്റെ മുതലാളി. അതെ, ആ ജിമ്മിന്റെ ആ മുതലാളി ആരാണ്? ജിമ്മിന്റെ ഓണർ. എന്നാലും ജിന്റെ പേര് പറയില്ല. അതെ, ഞാൻ ഈ ജിമ്മിലെ ട്രെയിനർ മാത്രല്ല, ഇതിന്റെ ഓണറും കൂടിയാണ്. അപ്പൊ ഇവിടെ അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ ഞാനാണ് ചെയ്യുന്നത്. ഓക്കെ, ബൈ ദ വൈ, നീ പോയി ഒരു ജ്യൂസ് വാങ്ങി വന്നേ. ഞാനോ? അല്ല പിന്നെ ഞാൻ പോവോ? എടാ, പോയി ജ്യൂസ് വാങ്ങി വേണം മാഡത്തിന്. പോ. പിന്നെ ആ റോഡിന്റെ അപ്പുറത്തെ സൈഡുള്ള കടയിൽ നിന്ന് വാങ്ങിയാൽ മതി. നിങ്ങളെന്താ നോക്കണേ? അല്ല, എനക്ക് ചിറകിട്ടോ നോക്കിയതാ. അജി പറന്നാണോ പോയി ഇങ്ങോട്ട് വന്നത്? മാഡത്തിന് വെയിറ്റ് ചെയ്യണ്ടല്ലോ എന്ന് കരുതി. അതല്ല, ഇതെന്താ ഈ ട്രെയിനിന്റെ ചങ്ങലൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ട്? അയ്യോ, അത് ട്രെയിനിന്റെ ചങ്ങലല്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഒന്നെങ്കിൽ ജിമ്മിന് പുറത്ത് അല്ലെങ്കിൽ മാസ്റ്റർ നെഞ്ചത്ത്. നീ ആ സാധനമാണിത്, നെഞ്ചത്ത്. നെഞ്ചത്താണത്? അല്ല, കവളത്ത്. മൂക്കത്താ? എടാ, നെഞ്ചക്ക്. അതെന്താ അറിയാം മാഡം, ഞാൻ ഈ ജിമ്മിന്റെ ഓണറും ട്രെയിനറും മാത്രല്ല, നാട്ടുകാരോടൊക്കെ ചോദിച്ചാൽ അറിയാം, ഞാനൊരു ആഭാസനും കൂടിയാണ്. അതല്ല, ഞാനൊരു അഭ്യാസി കൂടിയാണ്. എന്തൊക്കെ അഭ്യാസം കാട്ടിട്ടാ മൂപ്പര് ഇവിടെ പിടിച്ചിക്കണേന്ന് അറിയോ? ഇജയ്, അല്ല ഡയലോഗ് അടി നിർത്ത. ഒരു കാര്യം ചെയ്യ്, പോയി 20 പുഷപ്പ് എടുത്തുവാ. അല്ല, നിങ്ങൾക്ക് ഇതിനിപ്പോ പുഷ്പം? അത് 20 എണ്ണം. പുഷ്പം എടുത്തു വരാനാണോ ഞാൻ പറഞ്ഞത്? 20 പുഷപ്പ് അടിക്കുന്നു. പോ. പുഷ്പ് കണ്ടുപിടിച്ചാണൊക്കെ എന്റെ കൈ കിട്ടിയാല്. ഇന്നെ ഭയങ്കര പേടിയാ. ഇതെന്താ ഇങ്ങോട്ട് തിരിഞ്ഞിക്കണേ? അങ്ങോട്ട് തിരിഞ്ഞിക്കണ. പിന്നെ ഞാൻ പേര് ചോദിക്കാൻ മറന്നുപോയി. ഞാനും മറന്നു. എന്താ പേര്? പേര് ഞാൻ ചോദിച്ചോളാം. പോയി പുഷപ്പ് അടിയടാ. എന്തായിരുന്നു പേര്? എന്റെ പേര് ഷീല. ഞാൻ സത്യൻ. ചെമ്മീൻ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞങ്ങളിപ്പോ ഒരു ഉണക്കച്ചെമ്മീൻ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഷീലയുടെ നാളെ ഏതാണ്? നാളൊക്കെ ആവശ്യമുണ്ടോ? അല്ല, അങ്ങനെയല്ല, പേരും നാളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ ഷീലക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഞാൻ നോക്കി പറയും. ഞാൻ ഈ ലക്ഷണങ്ങൾ നോക്കി പറയുന്ന ഒരാളും കൂടിയാണ്. ഇതൊന്നും അത്ര നല്ല ലക്ഷണമല്ല. പഠിക്കാനല്ലേ ഞാൻ അടിച്ചോണ്ടി, നിങ്ങൾ 5-6 അടിച്ചോളി. മാസ്റ്ററെ, അപ്പൊ നാളെ മുതൽ വർക്കൗട്ട് തുടങ്ങിയാലോ? അയ്യോ ഷീല, നാളെ പറ്റൂല കേട്ടോ. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് രാവിലെ വില്ലേജ് ഓഫീസ് വരെ ഒന്ന് പോണം. 1-2 കാര്യങ്ങൾ സാധിക്കാണ്ട്. അല്ല, നിങ്ങൾ 1-2 സാധിക്കാൻ വില്ലേജ് ഓഫീസിലേക്ക് പോവല്? 1-2 അല്ല, 1-2 കാര്യങ്ങൾ പോണ്ട്. അപ്പോ ഷീല, ഈ ബിൽഡിങ്ങും എന്റേതാണ്. അതായത് ഞാനാണ് ബിൽഡിങ്ങിന്റെ ഓണർ. അതിനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അഡ്മിഷൻ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് തരണം. ഇതിനും വേണ്ടിയിട്ടാടാ ഞാൻ ഇത്രയും കാലം കാത്തു. കൈ പിടിച്ച് തിരിക്കാനോ? അയ്യോ സോറി, അതല്ല. പിന്നെ ഷീല, ഇന്ന് ജോയിൻ ചെയ്യണത് കൊണ്ട് എന്റെ വക ഞാനൊരു ഓഫർ തരാം. 1 മാസത്തെ ഫീസ് ഷീലക്ക് എന്റെ വക ഫ്രീ. ഓ, താങ്ക് യു മാസ്റ്റർ.
പിന്നെ ഷീലയുടെ മൊബൈൽ നമ്പർ 9 തുടങ്ങുന്നതെങ്കിൽ എന്റെ വക 2 മാസത്തെ ഫീസ് ഫ്രീ. താങ്ക് യു മാസ്റ്റർ, താങ്ക് യു സോ മച്ച്. പിന്നെ മലയാളത്തിൽ ഈ ഫോം ഫില്ല് ചെയ്യണമെങ്കിൽ ഞാൻ വേറൊരു ഓഫറും കൂടി തരാം. മലയാളത്തിന് ഇത്ര പ്രത്യേകത ഉണ്ടോ? ഷീല, നമ്മൾ മലയാളികളല്ലേ, മലയാളം നമ്മുടെ മാതൃഭാഷയല്ലേ. എന്നാലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ള കാര്യം സമ്മതിക്കരുത്. എടാ, എനിക്ക് ഇംഗ്ലീഷ് എഴുതാൻ അറിയില്ലെങ്കിൽ എനിക്ക് കണ്ടാലൊക്കെ മനസ്സിലാവും. അതിപ്പോ ആർക്കും അറിയില്ല ഇംഗ്ലീഷ് എഴുതി കണ്ടാല്. ഷീല, മലയാളത്തിൽ ഈ ഫോം ഫില്ല് ചെയ്യണമെങ്കിൽ എന്റെ വക ഷീലയ്ക്ക് 3 മാസത്തെ ഫീസ് തികച്ചും ഫ്രീ. താങ്ക് യു സോ മച്ച് സാർ. പൊന്നു മാസ്റ്റർ, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചൂടെ? എന്ത്? നിങ്ങളെ കെട്ടിപ്പിടിക്കണെങ്കിൽ എത്ര മാസത്തെ ഫീസ് അളവ് തരണമെന്ന്? അല്ല പിന്നെ ഞാൻ ഇവിടെ വന്നു ചേരുമ്പോ എന്റെ കയ്യിൽ നിന്ന് 1 മാസത്തെ ഫീസ് അഡ്വാൻസ് ആയി വാങ്ങിച്ച ആളാണിത്. ഞാനാണ് ഓണർ. എന്തിന്റെ? ഈ ജിമ്മിന്റെ. അപ്പൊ ഇഷ്ടമുള്ള മാതിരി ഞാൻ ചെയ്യും. അല്ല പിന്നെ ഷീല, നമ്മൾ ഇത്രയും അടുത്ത സ്ഥിതിക്ക് എന്ത്? അല്ല, ഞാൻ അവിടുന്ന് ഇത്രയും അടുത്തേക്ക് വന്നത് എന്തിനാച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വക ഒരു ഓഫറും കൂടി ഞാൻ തരാം. ഷീലക്ക് 6 മാസത്തെ പ്രോട്ടീൻ പൗഡർ തികച്ചും ഫ്രീ. ഗോഡ്, താങ്ക് യു മാസ്റ്റർ, താങ്ക് യു സോ മച്ച്. ബാക്കിയുള്ള ഇവിടെ വന്ന് ചേരുമ്പോ മുഖത്തിനുള്ള പൗഡർ കൂടി തരില്ല. ഇതാ പ്രോട്ടീൻ പൗഡർ, അത് 6 മാസം. ഞാനാണ് ഓണർ. എന്തിന്റെ? ഈ ജിമ്മിന്റെ. അപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. അല്ല ഷീല, ഇതിൽ ഈ പേരിന്റെ കോളത്തില് അക്ഷരം തെറ്റാണല്ലോ. ശിവ എന്നാണ് എഴുതിയത്. അയ്യോ, ശിവയ്ക്ക് വേണ്ടിട്ട് അഡ്മിഷൻ. ശിവാരാ? ഞങ്ങൾ അനിത്യ? അല്ല, എന്റെ ബെസ്റ്റിയാ. ആ, ബെസ്റ്റ്. ഞങ്ങളെ ലിവിങ് ടുഗദറാ. സ്വാഭാവികം. അതിന് ഈയിടെയായിട്ടൊരു ആഗ്രഹം, ബോഡിക്ക് ഒന്ന് സെറ്റ് ആക്കണം. എനിവേ, ആളെ കണ്ടിട്ടില്ലല്ലോ. ശിവ, കം ഇൻ. എങ്ങനെയുണ്ട് ഞങ്ങളെ ജോഡി? ഒന്ന് പോടി. നല്ല ജോഡി, നല്ല ജോഡി. ഇല്ല മാസ്റ്ററെ? ശിവ, ഇന്ന് ജോയിൻ ചെയ്ത് നമ്മുടെ ഭാഗ്യം. 3 മാസത്തെ ഫീസും 6 മാസത്തെ പ്രോട്ടീൻ പൗഡറാണ് നമുക്ക് മാസ്റ്റർ ഫ്രീ ആയിട്ട് തരുന്നത്. പ്രോട്ടീൻ പൗഡർ മാസ്റ്ററെ, നിങ്ങൾ കൊടുത്തതല്ല, നിങ്ങൾക്ക് തിരിച്ച് കിട്ടിയതാണ് ഏറ്റവും വലിയ ഓഫർ. അതെന്താ? നിങ്ങൾ ആഗ്രഹം പോലെ എളിയിലൊരു കുഞ്ഞിക്കാല് കേറിയില്ലേ?